ഹലോ ഗൈസ്, മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ക്വിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെട്ടാലോ? അങ്ങനെയാണെങ്കിൽ ഒട്ടും വഴിക്കാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം എന്നാണ്? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര് എന്താണ്? ഉത്തരം കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മാതാവിന്റെ പേര് എന്താണ്? ഉത്തരം പുത്ലിബായി. ഗാന്ധിജിയുടെ മാതാവായ പുത്ലിബായി കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ ഭാര്യയായിരുന്നു? ഉത്തരം 4ാമത്തെ. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധി എന്ന കുടുംബ നാമം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം പലചരക്ക് വ്യാപാരി. മഹാത്മാഗാന്ധിയുടെ മുത്തച്ഛന്റെ പേര് എന്താണ്? ഉത്തരം ഉത്തംചന്ദ് ഗാന്ധി. ഉത്തംചന്ദ് ഗാന്ധി വഹിച്ചിരുന്ന പദവി എന്താണ്? ഉത്തരം പോർബന്ദറിലെ ദിവാൻ. ഗാന്ധിജിയുടെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുദ്ര എന്തായിരുന്നു? ഉത്തരം അവരുടെ ആത്മവിശുദ്ധി. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ. ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം കീർത്തി മന്ദിർ. ഹൈസ്കൂളിലെ ആദ്യ വർഷം ഗാന്ധിജിയുടെ പരീക്ഷാ സമയത്ത് പരിശോധനയ്ക്ക് വന്ന വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ ആര്? ഉത്തരം മീ ഗെയിൽസ്. ഗെയിൽസ് എഴുതാൻ നൽകിയ 5 വാക്കുകളിൽ ഗാന്ധിജി തെറ്റിച്ചെഴുതിയ പദം ഏത്? ഉത്തരം കെറ്റിൽ. വിദ്യാഭ്യാസ കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവത്തിൽ നിഴലിച്ചിരുന്ന പ്രധാന ഭാവം ഏതാണ്? ഉത്തരം ലജ്ജ. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഉത്തരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജി ചർച്ചാ സംഘം സ്ഥാപിച്ചത് ഏതു വർഷം? ഉത്തരം 1925. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ശ്രാവണ പിതൃഭക്തി, ഹരിചന്ദ്ര. നിനക്ക് പകർത്താവുന്ന ഒരു മാതൃക ഇതാ എന്ന് ഗാന്ധിജി തന്നോട് തന്നെ പറഞ്ഞതെപ്പോൾ? ഉത്തരം ശ്രാവണ പിതൃഭക്തി എന്ന നാടകം വായിക്കുകയും അതേ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം കാണിക്കുകയും ചെയ്ത അവസരത്തിൽ പറഞ്ഞത്.
ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കാണാനിടയായ നാടകത്തിലെ ഏതു കഥാപാത്രമാണ് ഗാന്ധിജിയെ ആകർഷിച്ചിട്ടുള്ളത്? ആ കഥാപാത്രത്തെ ഗാന്ധിജി അനേക തവണ സ്വയം അഭിനയിക്കുകയും ചെയ്തു. ഏത് കഥാപാത്രത്തെയാണ് ഗാന്ധിജി അങ്ങനെ ചെയ്തത്? ഉത്തരം ഹരിശ്ചന്ദ്രന്. ഹരിശ്ചന്ദ്രൻ എന്ന നാടകം കണ്ട ശേഷം രാപ്പകലില്ലാതെ ഗാന്ധിജി അദ്ദേഹത്തോട് തന്നെ സ്വയം ചോദിച്ചത് എന്ത്? ഉത്തരം എല്ലാവർക്കും എന്തുകൊണ്ട് ഹരിശ്ചന്ദ്രനെ പോലെ സത്യസന്ധമായിക്കൂടാ? ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഭക്തി സാഹിത്യത്തിലെ മികച്ച ഗ്രന്ഥം ഏത്? ഉത്തരം തുളസീദാസ് രാമായണം. ഗാന്ധിജി ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏത്? ഉത്തരം 1920. ഗാന്ധിജി ദണ്ഡിയാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ആയിരുന്നു? ഉത്തരം 61ാമത്തെ വയസ്സിൽ. 1934 ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് കൗമുദി എന്ന 16 വയസ്സുകാരി തന്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത് എവിടെ വച്ചാണ്? ഉത്തരം വടകര. ഗാന്ധിജി സബർമതിയിൽ ആശ്രമം സ്ഥാപിച്ച വർഷം ഏത്? ഉത്തരം 1915. അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം ഗാന്ധിജി തർജ്ജമ ചെയ്തത് പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലായിരുന്നു? ഉത്തരം സർവോദയ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഫലപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.